വിശദമായി കിടക്കുമ്പോൾ ശശി തരൂരിനെതിരെ UDF കൺവീനർ MM ഹസൻ രംഗത്ത് വന്നു കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിരുന്നിട്ട് അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നുവെന്നാണ് MM ഹസന്റെ നിലപാട്. കേരളം വ്യവസായ സൗഹൃദമായ എന്ന നിലപാട് കോൺഗ്രസ് നിലപാടിന് ഘടകവിരുദ്ധമെന്നും UDF കൺവീനർ പറയുന്നു. ഈ 30,000 വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൽ വന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായി ധാരാളം ഗൾഫ് മലയാളികൾ മടങ്ങി വന്ന ആളുകൾ ഹോട്ടലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ബേക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ പുതിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി കണക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത കണക്കാണ് 30,000. പ്രതിപക്ഷ നേതാവ് UDF ഞങ്ങളത് ചലഞ്ച് ചെയ്തു. ഈ 30,000 കുറിച്ച് ഒരു വെരിഫിക്കേഷൻ നടത്തി ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ? അദ്ദേഹം വാദപ്രതിവാദത്തിൽ നിൽക്കാതെ വീണ്ടും ആ അവകാശവാദം തന്നെ ആവർത്തിക്കുകയും ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വാസ്തവത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി, കേരളത്തിലെ ഒരു MP അല്ലേ, അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോടത് അന്വേഷിച്ചിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുമായിരുന്നു ഞങ്ങളൊക്കെ. ഇതിനിടയിൽ ശശി തരൂരിന്റെ ലേഖനത്തിന് മറുപടിയായി PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നു. വ്യവസായ രംഗത്ത് മാറ്റങ്ങൾ തുടങ്ങിയത് 1991 K കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന കിൻഫ്ര പാർക്കിലൂടെയാണെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാദം. കാക്കനാടിന്റെ മുഖം മാറ്റിയതും ഡിജിറ്റൽ കേരളത്തിന് തുടക്കമിട്ടതും മുൻ UDF സർക്കാരുകളാണ്. ഇടിച്ചുപൊളിക്കൽ നയമാണ് ചില ഇടതുപക്ഷ സർക്കാരുകൾ സ്വീകരിച്ചിരുന്നത്. കേരളം വ്യവസായ സൗഹൃദമല്ലെങ്കിൽ അതിന് ഉത്തരവാദി ഇടതുമുന്നണിയാണെന്നും PK കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. കാലം കുറേയായിട്ട് നിക്ഷേപ അന്തരീക്ഷം ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള നിലയിൽ ചർച്ച ഉണ്ട്. ഒന്നാം കരുണാകരൻ്റെ ഗവൺമെൻറ്, UDFൻ്റെ ഞാൻ വ്യവസായ മന്ത്രിയായ 91 ഗവൺമെൻറ്റിന് ശേഷമാണ്, അത് ശ്രീ ശശി തരൂരും പറഞ്ഞിട്ടുണ്ട്, ചേഞ്ചസ് തുടങ്ങിയത്. വ്യവസായ നയം കൊണ്ടുവന്ന് അന്നാണ് കിൻഫ്ര എന്ന പരീക്ഷണം ആരംഭിച്ചത്. ഡിജിറ്റൽ കേരള ആയത് അക്ഷയ കൊണ്ടാണ്. കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇടയ്ക്ക് വന്ന ഗവൺമെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ വമ്പിച്ച മാറ്റം ഈ കിൻഫ്ര പാർക്കുകളും അതുപോലെ തന്നെ കാക്കനാട് വളർന്നു വന്ന കാര്യവും ബാക്കിയുള്ള എന്തെടുത്ത് വെച്ചാലും നമുക്ക് പിന്നീട് ആ പഴയ കാലം വെച്ചാൽ പിന്നീട് കേരളത്തിൽ വന്ന മാറ്റം, അതിനുവേണ്ടി അഷ്ടാന്ത പരിശ്രമം നടത്തിയതാണ് ആന്റണി ഗവൺമെൻറ് കാലത്തുള്ള എമർജിങ് കേരളയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും എമർജിങ് കേരളയും ഒക്കെ. അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ രംഗത്ത് വരുത്തിയത്, ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്ത് വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് IT ഡെവലപ്മെൻറ്റ് വരണമെങ്കിലും ഒക്കെ ക്വാളിഫൈഡായ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം. എഞ്ചിനീയറിംഗ് കോളേജുകൾ വേണ്ടേ, പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ? ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ ഇടതുപക്ഷ സമരം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, രക്തരൂക്ഷിതമായ സമരം. അതിനെ മറികടന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത്. PK കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ ലേഖന വിവാദത്തിൽ വീണ്ടും FB പോസ്റ്റുമായി ശശി തരൂർ രംഗത്ത് വന്നിരുന്നു. സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും ഇപ്പോഴത്തെ സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയതായും അദ്ദേഹം ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ലേഖനത്തിൽ പറയുന്നത് പാർട്ടി രാഷ്ട്രീയമല്ലെന്നും വായിച്ച ശേഷം മാത്രം അഭിപ്രായം പറയണമെന്നും തരൂർ FB പോസ്റ്റിൽ വ്യക്തമാക്കി. അതിനിടെ ശശി തരൂരുമായി ഫോണിൽ സംസാരിച്ചു KPCC അധ്യക്ഷൻ. ലേഖനം എഴുതാനിടയായ സാഹചര്യം തരൂർ K സുധാകരനെ ബോധിപ്പിച്ചു. മറ്റ് അഭ്യൂഹങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നും പ്രസക്തിയുമില്ലെന്നുമാണ് ശശി തരൂരിന്റെ നിലപാട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, പൊതുവിൽ തരൂരിന്റെ ലേഖനം മുന്നണി സംവിധാനത്തിൽ ഉണ്ടാക്കിയ അമ്പരപ്പ് ചെറുതല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ
തരൂരിന്റെ പ്രസ്താവനയെ ആയുധമാക്കുകയാണ് ഇടതുപക്ഷം. ഒരുപക്ഷെ തരൂർ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് ഇടതുപക്ഷം രാഷ്ട്രീയ പ്രചരണമാകുന്നു. ഇടതുപക്ഷത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ സ്വാഭാവികമായും അത് വലിയ പ്രചരണ വിഷയമാകുന്നു. മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടുന്നു, വ്യവസായ മന്ത്രി കാട്ടുന്നു, CPM സെക്രട്ടറി ഏറ്റെടുക്കുന്നു. ഇങ്ങനെ അത് ആയുധമാകുമ്പോൾ മുന്നണി സംവിധാനത്തിൽ UDF-ൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇത് തിരിച്ചറിയുന്ന നീക്കമാണോ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്നും ഉണ്ടാവുന്നത്? തരൂരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നില്ലെങ്കിൽ കൂടിയും ഞങ്ങൾ UDF സർക്കാരുകൾ ചെയ്ത നീക്കങ്ങൾ കൂടി കുഞ്ഞാലിക്കുട്ടിക്ക് കൂടി വ്യക്തമാക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇതിൽ പൊതുവിൽ UDF മുന്നണി സംവിധാനത്തിൽ എന്ത് ആക്ഷൻ പ്ലാനാണ് ഇപ്പോഴത്തെ ഈ തരൂർ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട്, തരൂരിന്റെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്? സജിത്ത്, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വലിയൊരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് ശശി തരൂർ കൂടുതൽ സജീവമാകുന്ന, അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുകയാണോ എന്നൊരു സന്ദേഹം അദ്ദേഹത്തിന്റെ കടന്നുവരവിനെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്കുണ്ട്. മാത്രവുമല്ല, അവിടെ തരൂരിനെ പിന്തുണച്ചുകൊണ്ട് ഇടത് നേതാക്കൾ ഇന്നലെ മുതൽ തന്നെ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം, അതായത് കോൺഗ്രസിലെ മറ്റ് ഒരു നേതാക്കൾക്കും കിട്ടാത്ത ഒരു സ്വീകാര്യത ഇടത് നേതാക്കളുടെ വരെ ഭാഗത്ത് നിന്ന് തരൂരിന് ലഭിക്കുന്ന ഒരു പശ്ചാത്തലം. അതിനിടയിൽ തരൂരിനെ പ്രവോക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രസ്താവനകളുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയാൽ അത് കൂടുതൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ഒരു നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്ന് ഹൈക്കമാൻഡിനെ സമീപിക്കുമ്പോഴും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് തിടുക്കത്തിൽ ഹൈക്കമാൻഡ് നേതൃത്വം കടക്കാതിരിക്കുന്നത് അതിനെ എതിർശേരി മറുവിഭാഗം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്തായാലും തരൂർ ഇതിനോടകം 2 തവണ സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി, അങ്ങനെ ഒരു ലേഖനം എഴുതാനിടയായ സാഹചര്യം വ്യക്തമാക്കി രംഗത്തെത്തി. അല്പസമയം മുമ്പ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം FB പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യവും, ലേഖനം എഴുതാതെയാണ് പലരും വിമർശിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയമായ ഒരു കാര്യങ്ങളും അവിടെ പറഞ്ഞു വെച്ചിട്ടില്ല. സംസ്ഥാനത്തെ കഴിഞ്ഞ 16 വർഷമായി സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. ഇടതു നയത്തിൽ മാറ്റമുണ്ടായപ്പോൾ അത് സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമാക്കി മാറ്റുന്നതിൽ നിർണായകമായി എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ്. പക്ഷേ അവിടെ UDF നേതാക്കളെയും കക്ഷി നേതാക്കളെയും ഒക്കെ ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമാക്കുന്നതിന് വേണ്ടി AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും സർക്കാരുകളുടെ കാലത്ത് കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു കാര്യങ്ങളെക്കുറിച്ചും പരാമർശിക്കാതെ അത് അമ്പാടെ മറന്നുകൊണ്ട് ഇടത് സർക്കാരിന്റെ ഈ നയങ്ങൾ മാത്രം പൊതു ചർച്ചയാക്കി മാറ്റുന്നതിന് വേണ്ടി ദേശീയ മാധ്യമത്തിൽ അദ്ദേഹം എഴുതിയ ഈ ലേഖനം, അതിന് പിന്നിലെ ഉദ്ദേശം എന്താ എന്നതാണ്. അതായത് അദ്ദേഹം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നപ്പോഴും AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുമൊക്കെ നടപ്പിലാക്കിയ വ്യാവസായിക ഇടപെടലുകളെ കുറിച്ച് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ പിന്നെ എന്തുകൊണ്ട് ഈ ലേഖനത്തിൽ പരാമർശിച്ചില്ല? അവിടെയാണ് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നത്. പക്ഷേ തരൂരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് അതിന് മറിച്ചൊരു പ്രചാരണം നടത്തുന്നത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനാണ്. അതിലൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ എന്നും വിവാദങ്ങളിൽ നിർത്താനായി ആഗ്രഹിച്ചിരുന്ന സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കളുണ്ട്. അവർ ഈ ഒരു വിഷയത്തെ അങ്ങനെ തന്നെ നോക്കിക്കാണുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വിവാദം ഉടലെടുത്തത്. അദ്ദേഹം സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്ന നിലപാടിലാണ് തരൂരിന്റെ ക്യാമ്പ്. പക്ഷേ അദ്ദേഹത്തെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് സംസ്ഥാന കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. മാത്രവുമല്ല, രമേശ് ചെന്നിത്തലയും K മുരളീധരനും VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ തന്നെ തരൂരിന്റെ നിലപാടിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. UDF കൺവീനർ കൂടിയായ MM ഹസൻ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ചുകൊണ്ട് വേണം വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനെന്ന നിലപാട് വ്യക്തമാക്കി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടു. തരൂരിന് മറുപടിയുമായി PK കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുമ്പ് പ്രതികരിക്കുന്ന സാഹചര്യം. അങ്ങനെ കോൺഗ്രസിൽ തരൂർ നടത്തിയിരിക്കുന്ന പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ ചെറുതല്ല. അതിനെ എങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ അവ്യക്തതയുണ്ട്. അതിനിടയിലാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ ശശി തരൂരുമായി ഫോണിൽ സംസാരിച്ചത്. ആ ഫോണിൽ സംസാരിച്ചപ്പോഴും തരൂർ പറഞ്ഞത് ലേഖനം എഴുതാൻ ഇടയായ സാഹചര്യവും അതോടൊപ്പം തന്നെ അതിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് വിവാദമാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ നീക്കം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായി എന്നുമാണ്. അതിനപ്പുറത്തേക്ക് മറ്റു തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സംസ്ഥാനത്ത് കൂടുതൽ സജീവമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്ന ഒരു ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളിലേക്ക് കൂടി വഴിവെച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്പസമയത്തിനകം ശശി തരൂർ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്.
ശശി തരൂർ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. ഇത് സംബന്ധിച്ച വിശദീകരണം വീണ്ടും തരൂർ നൽകുമെന്നതാണ്. പക്ഷേ തരൂരിന്റെ പ്രസ്താവന അത് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ UDF കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന അമ്പരപ്പ് ചെറുതല്ല. പ്രത്യേകിച്ച് അത് തരൂർ ഇനി എന്ത് പുതിയ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമാണോ അതല്ല, തരൂരിന്റെ പ്രസ്താവന ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നതും അവരെ ആശങ്കപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ലീഗ് നേതൃത്വമടക്കം വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള നീക്കമുണ്ടാവുന്നത്. ഇതിനിടയിൽ ശശി തരൂർ എംപിക്ക് പിന്തുണയുമായി EP ജയരാജൻ CPM മുതിർന്ന നേതാവ് കൂടി രംഗത്ത് വരുന്നു. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന ശശി തരൂരിന്റെ പരാമർശം വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് EP-യുടെ നിലപാട്. തരൂരിന്റെ അതേ അഭിപ്രായമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെന്നും വ്യക്തി താൽപര്യങ്ങൾ മാത്രമുള്ള കോൺഗ്രസ് നേതാക്കൾ നിക്ഷേപകരെ കേരളത്തിലേക്ക് വരുന്നതിൽ നിന്നും തടയാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് ഇത്തരമൊരു നീക്കമാണ് എന്ന കാര്യവും EP ജയരാജൻ പറഞ്ഞു.